തിരുവനന്തപുരത്ത് യുവാവ് ചികിത്സ കിട്ടാതെ മരിച്ചെന്ന് പരാതി. തിരുവനന്തപുരം പാലോട് സ്വദേശി അഖിൽ മോഹനാണ് മരിച്ചത്. ആശുപത്രിക്കെതിരെ ഗുരുതര ആരോപണവുമായി കുടുംബം രംഗത്തു വന്നിട്ടുണ്ട്. തിരുവനന്തപുരം SK ഹോസ്പിറ്റലിനെതിരെയാണ് പരാതി ഉയർന്നിരിക്കുന്നത്. ഇത്രയും വലിയ ഹോസ്പിറ്റലാണ്. ആൻജിയോഗ്രാം ചോദിച്ചപ്പോൾ മിഷ്യൻ കംപ്ലൈന്റ്. ആ പേഷ്യന്റ് പറഞ്ഞ മറുപടി ഹോസ്പിറ്റലിന്റെ പേര് ഇന്ന് മെഡിക്കൽ സൂപ്രണ്ടും പറഞ്ഞതാണ് നമ്മളെ മിഷ്യൻ കംപ്ലൈന്റ് ആണ്, നിങ്ങൾ അറിയിക്കണം ആവശ്യം. ശ്രീരാമകൃഷ്ണ ഹോസ്പിറ്റലിൽ നിന്ന് 12 മണിയായപ്പോൾ കൊണ്ടുവന്നതാണ്. വേറെ നെഞ്ചുവേദന എന്ന് പറഞ്ഞ് കൊണ്ടുവന്നതാണ് എന്റെ ചേട്ടന്. ശ്രീരാമകൃഷ്ണ ഹോസ്പിറ്റലിൽ അവർ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഓക്സിജൻ കുറവ്. ഓക്സിജൻ കൊടുത്തു, അത് വേണമെന്ന് പറഞ്ഞ് പിന്നെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തു. ബ്ലഡ് ടെസ്റ്റ് ചെയ്ത സമയത്ത് ഹാർട്ട് അറ്റാക്കിന്റെ സിമ്മലുണ്ട്. അവർ രണ്ടും പോസിറ്റീവ് ഹാർട്ട് അറ്റാക്ക് ആണെന്ന് അവർ കൺഫേം പറഞ്ഞു. ആൻജിയോഗ്രാം ചെയ്യണം. അവിടെ ആൻജിയോഗ്രാം ഇല്ല, നിങ്ങൾ അടുത്ത പെട്ടെന്ന് ഹോസ്പിറ്റലിൽ SKയിലോട്ട് പോകാൻ പറയും. നമ്മൾ പറഞ്ഞു ശ്രീചിത്രയിൽ പോകാന്ന്. അവർ പറഞ്ഞു വേണ്ട, ഇവിടെ തന്നെ SKയിൽ തന്നെ പോകണമെന്ന് പറഞ്ഞ് SKയിലോട്ട് വിട്ട്. SKയിൽ 1 മണിയായപ്പോൾ ഇവിടെ വന്നു. 1 മണിയായപ്പോൾ വന്നപ്പോൾ നമ്മളെ ജൂനിയർ ഡോക്ടർ സീനിയർ ഡോക്ടർ എല്ലാം നോക്കി. കാർഡിയോ ജൂനിയർ ഡോക്ടർ വന്ന് പറഞ്ഞ് ഈ റിപ്പോർട്ട് എല്ലാം സീനിയർ ഡോക്ടർ രാജേഷിന് അയച്ചു കൊടുത്തു. കാർഡിയോ ഇവിടുത്തെ സീനിയർ ഡോക്ടർ രാജേഷിന് അയച്ചു കൊടുത്തു. രാജേഷ് ഡോക്ടർ പറഞ്ഞത് ഒരു പ്രശ്നമില്ല, ഈ പേഷ്യന്റിന് കാർഡിയോയായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രശ്നമില്ല, നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ല. ഞാൻ എന്റെ ചേട്ടനെ വിളിച്ച് പറയാണ് ഒരു പ്രശ്നമില്ല ചേട്ടാ, നമ്മളെ ഇവിടെ ആശുപത്രിയിൽ നിന്ന് വിടാൻ പോവുകയാണ്, ഒരു പ്രശ്നമില്ലെന്ന്. കുറച്ച് കഴിഞ്ഞപ്പോൾ ചേട്ടൻ വയലന്റ് ആയി തുടങ്ങി. ഇതെല്ലാം അവർ കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. 2 ഡോക്ടർമാരെ കൺമുമ്പിൽ വെച്ച് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു റിയാക്ഷനും ഇല്ല അവർക്ക്. 2 ഓക്സിജൻ മാസ്ക് അല്ലാതെ അവർ വേറെ ഒന്നും വെച്ചിട്ടില്ല. 2 ഓക്സിജൻ മാസ്ക് അല്ലാതെ 5 മണിക്കൂറോളം അവിടെ ഇട്ടുകൊണ്ട് കിടത്തി. നമ്മൾ 5 മണിക്കൂറോളം എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടിയായിരുന്നു. 5 മണിക്കൂറോളം. 5ാമത്തെ മണിക്കൂറായപ്പോൾ പുള്ളി ഒമിറ്റ് ചെയ്യാൻ തുടങ്ങി. പുള്ളിക്ക് ഫിക്സ് വരാൻ തുടങ്ങി. ഒരു കുഴപ്പമില്ല, വെറും ആൻജിയോഗ്രാം തീരാന്നുള്ള കാര്യം ഉണ്ടായിരുന്നുള്ളൂ. ആൻജിയോഗ്രാമിന് നിങ്ങൾ ആലോചിച്ച് നോക്കണം. അവിടുത്തെ ഡോക്ടർ പറഞ്ഞത് ആൻജിയോഗ്രാം ചെയ്ത് കഴിഞ്ഞാൽ രക്ഷപ്പെടുമെന്ന്. വെറും ആൻജിയോഗ്രാമിൽ തീരാന്നുള്ള കാര്യം. ഇന്ന് ഇവിടുത്തെ മിഷ്യൻ കംപ്ലൈന്റ് ആയിരുന്നു. അത് ഇവർ വരുമ്പോൾ നമുക്ക് പറയാമായിരുന്നു. നമ്മൾ വേറെ ആശുപത്രി കൊണ്ടുപോകരുത്, നമുക്ക് ഇവിടെ തന്നെ ചികിത്സിക്കണോ നിർബന്ധമില്ല. അത് അവർ പറഞ്ഞിട്ടില്ല. അവസാനം 5ാമത്തെ മണിക്കൂർ പട്ടിയെ പോലെ 5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ 5ാമത്തെ മിനിറ്റിൽ അവിടുത്തെ കാഷ്വാലിറ്റി ഡോക്ടർ എന്ന് പറഞ്ഞ് നിങ്ങൾ ഇവിടുന്ന് കൊണ്ടുപോകണതാണ് നല്ലത്, വേറെ ആശുപത്രി കൊണ്ടുപോ, എങ്കിലേ പുള്ളിയെ രക്ഷപ്പെടുത്താൻ പറ്റൂ. അതിനിടയ്ക്ക് ഇവിടെ പറഞ്ഞിട്ട് തിരിഞ്ഞത് പുള്ളി ഡെത്തായി. രാവിലെ 5:30 പോലീസിനെ വിളിച്ചു. പോലീസ് വന്ന് എഴുതിയെടുത്തോണ്ട് പോയി. വേറെ ഒന്നും ചെയ്തില്ല. പോലീസിനെ വിളിച്ചു, ഡോക്ടർമാരെ വിളിച്ചു. ആ ബോഡിയെ മരിച്ച ഡെത്തായെന്ന് പോലും ഇല്ലാതെ വെന്റിലേറ്ററിൽ ഇട്ടുകൊണ്ട് നേരെ എടുത്തോണ്ട് പോയി ആൻജിയോഗ്രാം ചെയ്തു. ആൻജിയോഗ്രാം ചെയ്തോ ഇല്ലെന്ന് നമുക്ക് അറിഞ്ഞൂടാ. അവർ CD തന്നിട്ടില്ല, ഡ്രൈവ് തന്നിട്ടില്ല, ഒന്നും തന്നിട്ടില്ല. ഇതിന്റെ ഒന്നും സത്യാവസ്ഥ നമുക്ക് അറിഞ്ഞൂടാ. 48 മണിക്കൂർ ഒബ്സർവേഷൻ വേണമെന്ന് പറഞ്ഞു. ഒന്നുമില്ല. ഇവിടുന്ന് കൊണ്ടുപോകണം. ഇവിടുന്ന് കൊണ്ടുപോയില്ലെങ്കിൽ അവർ കേൾക്കാൻ പറ്റുള്ളൂ എന്നാണ് അവർ പറയുന്നത്. നിങ്ങൾ പറ, എന്ത് ചെയ്യണം നിങ്ങൾ പറ. അവർ കേൾക്കാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. ഇവിടെ വെച്ച് തന്നെ സംസാരിക്കും. ഇവിടെ വെച്ച് നിങ്ങൾ എല്ലാവരും കേട്ടോ സംസാരിക്കണമെന്നാണ് ഇവിടെ കൊണ്ടുവന്നത്. 30 ദിവസമായ കൊച്ചാണ്. 30 ദിവസമായി. എന്റെ ചേച്ചി പ്രസവിച്ചിട്ട് 30 ദിവസമായോ. ആ കൊച്ചിന്റെ അവളുടെ ഞാൻ എന്ത് പറയും? ആ ഡോക്ടർ ഇവിടുത്തെ മെഡിക്കൽ സൂപ്രണ്ട് ശ്യാമ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന നമ്മൾ ആദ്യമായിട്ടല്ലേ ഇത് കാണുന്നത്. നമ്മൾ സ്ഥിരം കണ്ടുകൊണ്ടിരിക്കുക. മെഡിക്കൽ സമ്മറി നമുക്ക് തന്നിട്ടില്ല. ആൻജിയോഗ്രാം ചെയ്ത ഡീറ്റെയിൽസ് തന്നിട്ടില്ല. പേഷ്യന്റിനെ നമ്മൾ ഇപ്പോഴാണ് കാണുന്നത്. 5 മണിക്കൂറായി പേഷ്യന്റ്, 8 മണിക്കൂറായി പേഷ്യന്റ് മരിച്ചിട്ട്. പേഷ്യന്റ് ഇപ്പോഴും 0% ചാൻസ് ഉണ്ട്, അതറിയാം. വെന്റിലേറ്ററിൽ ഉള്ളതുകൊണ്ട് ഹാർട്ട് ബീറ്റ് ഇടിക്കും. നാളെ നിങ്ങൾക്കെല്ലാം ഈ ഗതി വരും. ആരും ചോദിക്കാൻ വരില്ല. ആരും നിങ്ങൾക്ക് അവിടെ നിന്നൊന്നും നിങ്ങളെല്ലാം ചോദിക്കണം. ഇതുവരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഇത്രയും നേരം നമ്മൾ മുമ്പിൽ വന്ന് നിൽക്കണം. ഇതുവരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. അവരെല്ലാം അകത്തുണ്ട്. ഇതുവരെ ജോലി സ്ഥലത്ത് കൊഴിഞ്ഞു വീണ അഖിൽ മോഹനെ ആദ്യം മെഡിക്കൽ കോളേജിൽ എത്തിച്ചെങ്കിലും ICU യൂണിറ്റും കിടക്കകളും ഇല്ലെന്ന് പറഞ്ഞ് തിരിച്ചയക്കുകയായിരുന്നു എന്നാണ് ബന്ധുക്കളുടെ പരാതി. കൊണ്ടുവന്നിട്ട് ഡോക്ടർമാർ നോക്കാത്തോണ്ടാണ് എന്താണ് ശരിക്കും സംഭവിച്ചത്? കുറച്ച് മെഡിക്കൽ കോളേജിലാണ് മുമ്പേ കൊണ്ടുപോയത്. അവിടെ ചെന്നപ്പോഴത്തേക്ക് അവർ പറഞ്ഞു അവിടെ ബെഡില്ല, പിന്നെ ICU ഇല്ലെന്ന് പറഞ്ഞു. ബെഡ് ഷെയർ ചെയ്താൻ പറ്റുമെന്ന് നോക്കിയപ്പോഴത്തേക്ക് അതും പറ്റൂലെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് നേരെ ശ്രീരാമകൃഷ്ണ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു. അവിടെ 1 മണിക്കൂർ കിടത്തി നോക്കിയപ്പോൾ അവിടെ കാർഡിയോളജിയുടെ ഇത് കാണിക്കണം. അപ്പോഴത്തേക്ക് നേരെ SKയിലോട്ട് കൊണ്ടുപോകാൻ അവർ തന്നെ പറഞ്ഞ് SKയിൽ കൊണ്ടുവന്നു. ഇവിടെ കൊണ്ടുവന്ന് നോക്കിയിട്ട് എൻ്റെ മോൻ വന്നപ്പോഴത്തേക്കും നല്ല രീതിയിലാണ് ഇവിടെ വന്നത്.
അത് കഴിഞ്ഞിട്ട് ഇവിടെ കൊണ്ടുവന്ന് കിടത്തി. നെഞ്ചുവേദനയെന്ന് പറഞ്ഞു. ഡോക്ടർമാർ നോക്കിയിട്ട് നെഞ്ചുവേദനയല്ല എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് പിന്നെ ബ്ലോക്ക് ഉണ്ട്, ഉടനെ ഒരു ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് കുറേ നേരം കഴിഞ്ഞപ്പോൾ ഞങ്ങളെല്ലാം കൂടെ അകത്ത് കയറ്റിട്ട് പറഞ്ഞു ബ്ലോക്ക് അല്ല, ഇത് കണ്ട ഇത് ബ്ലോക്ക് അല്ല, എന്തോന്നൊക്കെ TV-യിൽ കാണിച്ചിട്ട് ഇറങ്ങി. അവിടെ താഴെ വെച്ച് വന്നതിന് അവൻ കുറേ പ്രാവശ്യം ശബ്ദിച്ചിട്ട് പിന്നെ അവന് ഓർമ്മയൊന്നും ഇല്ലായിരുന്നു. ഒരാഴ്ച ചികിത്സാ പേര് തന്നെയാണ് ഒരു ഭാഗത്തു നിന്നുള്ള വീഴ്ച. ഇവര് ശരിക്കും എൻ്റെ മക്കളെ നോക്കിയിരുന്നെങ്കിൽ ഇങ്ങനെ വരികയെന്ന് ഞങ്ങൾ വന്നപ്പോൾ നല്ലപോലെ വന്നതിൻ്റെ മക്കളാണ്. എന്റെ അച്ഛൻ ഇതേ അവസ്ഥ തന്നെ വരാം. അപ്പൊ നിങ്ങൾ ആരും ഉണ്ടാതിരിക്കുക. അവര് ഒരു സഹോദരനാണ്, അവര് പഠിച്ചു പോയതാണ്. ഞാൻ ആരും അല്ല. പേപ്പറിൽ എനിക്ക് തന്നെ വിഷമമാകുന്നുണ്ട്. കാരണം കുഞ്ഞൊക്കെ ഉള്ളതെന്ന് കാരണം നമുക്ക് തന്നെ വിഷമം. അതെ, നൂലെട്ടാണ്. അപ്പൊ എനിക്ക് തന്നെ കേൾക്കും വിഷമമായി. കാരണം എന്റെ അച്ഛൻ ഇതേ ഡോക്ടറിന്റെ പേഷ്യന്റാണ്. അപ്പൊ ഞാൻ ഇത് എന്ത് വിശ്വസിച്ച് ഞാൻ ഇവിടെ ഇത് ഒന്നല്ല, ഇത് ഫസ്റ്റ് ഡെത്ത് രണ്ടുപേര് ആൻജിയോഗ്രാം മിഷൻ കംപ്ലൈന്റ് ആണെന്നുള്ള പേരിൽ 2 പേരുടെ അവര് ആ പേഷ്യൻസ് കാല് പിടിച്ചവര് കൊടുത്തില്ല. മരിച്ചു കിടക്കുന്ന ആളെ തിരിച്ചു കിട്ടിയൊന്നുമില്ല. പക്ഷെ ഇതിന് നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഇതിന് നമുക്ക് 5 മണിക്കൂർ നമ്മളെ ഇട്ടുകൊണ്ടിരുന്ന 5 മണിക്കൂർ നമുക്ക് അറിയാൻ പറ്റും. അതിന് തന്നെയാണ് ഇത്ര ഇഷ്യൂ ഉണ്ടാകുന്നത്. ഫുൾ സപ്പോർട്ട് ചെയ്ത് നമുക്ക് ഇതേപോലെ ഗതികളുണ്ടാവും. കാരണം നമ്മൾ അറിയാതെ പോയി കഴിഞ്ഞാൽ ഞാൻ ഇതേപോലെ ഇതേ അവസ്ഥയിൽ ഞാൻ 2 മണിക്കൂറോട് അവിടെ വന്നിരിക്കുകയാണ്. സമയം ആശുപത്രിയുടെ വിശദീകരണം ഇതുവരെ വന്നിട്ടില്ല എന്ന സാഹചര്യവുമുണ്ട്. യുവാവിന്റെ മരണത്തിന് പിന്നിൽ ആശുപത്രി അധികൃതരുടെ അനാസ്ഥയാണ് എന്നതാണ് ഉയരുന്ന പരാതി. ഇത് സംബന്ധിച്ച് വലിയ പ്രതിഷേധങ്ങൾക്കും ഇടവെച്ചിട്ടുണ്ട് എന്നതാണ് അവിടുത്തെ സാഹചര്യം. ഈ SK ആശുപത്രിയുടെ ഭാഗത്തു നിന്നും വലിയ വീഴ്ച പറ്റി എന്നതാണ് ബന്ധുക്കൾ ഉന്നയിക്കുന്ന പരാതി. കാരണം മരണം പോലും കൃത്യസമയത്ത് അത് ബന്ധുക്കളെ അറിയിച്ചില്ല. ഒപ്പം ആൻജിയോഗ്രാം അവിടെ പ്രവർത്തിക്കുന്നില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ അവർ ബന്ധുക്കൾ ഉന്നയിക്കുന്നു. പക്ഷേ ഇതിൽ ഔദ്യോഗികമായ ഒരു പ്രതികരണം ആശുപത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവേണ്ടതുണ്ട്. ഇക്കാര്യത്തിൽ ആശുപത്രിയുടെ വിശദീകരണം കൂടി നമുക്ക് പ്രതീക്ഷിക്കാമെന്ന് കരുതുന്നു. ഇന്നലെ ഉണ്ടായ ഈ അപകട വിഷയത്തിലാണ് ഇത്തരം വിവാദങ്ങൾ ഉണ്ടാവുന്നത് എന്നതാണ് ഇതിൻ്റെ പശ്ചാത്തലം. എന്തായാലും ഈ ആശുപത്രിയിലടക്കം വലിയ പ്രതിഷേധമുണ്ടാവുന്നു. പാലോട് സ്വദേശിയുടെ മരണവുമായി ബന്ധപ്പെട്ടാണ് ബന്ധുക്കൾ ഉന്നയിക്കുന്ന പരാതി. യുവാവ് ചികിത്സ കിട്ടാതെ മരിച്ചു എന്നതാണ് ആക്ഷേപം. ആ ആക്ഷേപമാണ് ഈ തരത്തിലേക്ക് പോകുന്നത്. അഖിൽ മോഹൻ എന്ന പാലോട് സ്വദേശിയുടെ മരണമാണ്. യുവാവാണ്. അദ്ദേഹം ഒരു ഡ്രൈവർ തൊഴിലാളി കൂടിയാണ്. ജോലിക്കിടയിലാണ് അദ്ദേഹത്തിന് ഹൃദയവേദന അനുഭവപ്പെടുകയും ആശുപത്രിയിലെത്തി പിന്നീട് പല ആശുപത്രികൾ കയറിയിറങ്ങി ഇത്തരമൊരു അവസ്ഥയുണ്ടാവുകയും ചെയ്തു. എന്തായാലും ആശുപത്രിയിൽ വലിയ പിഴവ് സംഭവിച്ചു സ്വകാര്യ ആശുപത്രിയിൽ എന്നതാണ് ബന്ധുക്കൾ ഉന്നയിക്കുന്ന ആക്ഷേപം. അത് സംബന്ധിച്ചാണ് ഈ പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നത്. വി വിനോദ് നമുക്കൊപ്പം ചേരുന്നു. വിനോദ്, ബന്ധുക്കളുടെ പരാതിയും ആക്ഷേപവും കണ്ടതാണ് നമ്മൾ. ഈ ആശുപത്രി അധികൃതരുടെ എന്തെങ്കിലും വിശദീകരണം ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ടോ? വിനോദ്, ഈ വിഷയത്തിൽ ആശുപത്രി അധികൃതരുടെ വിശദീകരണം ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ടോ വിനോദ്? ഒരു വിശദീകരണം ഇതുവരെയും ഉണ്ടായിട്ടില്ല. ഇനി ഇപ്പോൾ ബന്ധുക്കൾ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. പോലീസിൽ മൊഴി നൽകാനുള്ള നടപടിക്രമങ്ങളാണ് പുരോഗമിക്കുന്നത്. അതിനുശേഷമായിരിക്കും മൃതദേഹം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി പോസ്റ്റ്മോർട്ടത്തിന് വിധേയമാക്കുക. കഴിഞ്ഞ ദിവസമാണ് ഈ മരണം സംഭവിച്ചത്. ഗുരുതരമായ വീഴ്ച ആശുപത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായി എന്ന ഒരു കാര്യമാണ് വീട്ടുകാർ പറയുന്നത്. 5.5 മണിക്കൂർ 3 ആശുപത്രികളിലായി 5.5 മണിക്കൂർ കൊണ്ടുപോകേണ്ടി വന്നു. ആദ്യം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ സംവിധാനങ്ങളില്ല, ചികിത്സയ്ക്കുള്ള സംവിധാനമില്ല, കിടക്കകൾ ഒഴിവില്ല എന്നതടക്കം, വെന്റിലേറ്റർ സംവിധാനം അടക്കം ഒഴിവില്ല എന്ന കാര്യം പറയുന്നു. അവിടെ നിന്ന് മാറ്റുന്നു. വെന്റിലേറ്ററല്ല, ക്ഷമിക്കണം, ICU ഒഴിവില്ല എന്ന കാര്യമാണ് പറഞ്ഞത്. അവിടെ നിന്ന് മറ്റൊരു സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെയും ചികിത്സിക്കാനുള്ള സംവിധാനമില്ലാത്തതുകൊണ്ടാണ് SK ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത്. ഇടപ്പഴിഞ്ഞിലെ സ്വകാര്യ ആശുപത്രിയാണ്. അവിടെ എത്തിച്ച് ചികിത്സ നൽകാനുള്ള നടപടിക്രമങ്ങളിൽ ഗുരുതരമായ വീഴ്ചയുണ്ടായി. അവിടെ കൃത്യമായ പരിചരണം ലഭിച്ചില്ല എന്നാണ് വീട്ടുകാർ പറയുന്നത്. ജൂനിയർ ഡോക്ടർമാരുണ്ടായിരുന്നു. ആദ്യം ഈ ഹൃദയാഘാതമോ അതുപോലുള്ള പ്രശ്നങ്ങളോ ഇല്ല എന്നാണ് ഡോക്ടർമാർ പറഞ്ഞത്. പിന്നീട് ബ്ലോക്ക് ഉണ്ടെന്ന് പറയുന്നു. അത് കഴിഞ്ഞ് വീണ്ടും
കുറേ സമയം കഴിഞ്ഞ ശേഷം ഇവരെ അകത്തേക്ക് വിളിച്ച് സിസ്റ്റത്തിൽ കാണിച്ച ശേഷം ബ്ലോക്ക് ഇല്ല എന്ന് പറയുന്നു. അപ്പോഴേക്കും അഖിലിൻ്റെ ആരോഗ്യസ്ഥിതി വളരെ മോശമായിരുന്നു. ഛർദിൽ ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. ഛർദി ഉൾപ്പെടെ അനുഭവപ്പെട്ടതിനെ തുടർന്ന് വീണ്ടും ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും ആൻജിയോഗ്രാം ചെയ്യാനുള്ള നടപടിക്രമങ്ങൾ. പക്ഷേ ആ സമയത്ത് തന്നെ മറ്റ് 2 പേർക്ക് കൂടി ആൻജിയോഗ്രാം ചെയ്യേണ്ടതുണ്ടായിരുന്നു. ആ സമയത്ത് അവരുടെ ആൻജിയോഗ്രാം പോലും അവിടുത്തെ ഈ സാങ്കേതിക പ്രശ്നങ്ങൾ മൂലം നടന്നില്ല എന്നാണ് ബന്ധുക്കൾ ആരോപിക്കുന്നത്. പിന്നീട് മരണം സംഭവിച്ചു. അതിനുശേഷം ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കി വെന്റിലേറ്ററിലേക്ക് മാറ്റി എന്ന ഗുരുതരമായ ആരോപണം കൂടി ബന്ധുക്കൾ ഉന്നയിക്കുന്നുണ്ട്. അത് പണം ഈടാക്കുന്നതിന് വേണ്ടി, ഭീമമായ തുക ഈടാക്കുന്നതിന് വേണ്ടി എന്ന ആരോപണമാണ് ബന്ധുക്കൾ ഉന്നയിക്കുന്നത്. മാത്രമല്ല ഈ മരിച്ച യുവാവിന് 30 ദിവസം മാത്രം പ്രായമുള്ള കുഞ്ഞാണുള്ളത്. അരുവിക്കരയിലാണ് ഭാര്യയുടെ വീട്. അവിടെയാണ് ഈ ഭാര്യയും കുഞ്ഞുമുള്ളത്. പാലോട് സ്വദേശിയാണ് യുവാവ്. ഇനി മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം അരുവിക്കരയിലേക്ക് കൊണ്ടുപോവുകയും അവിടെ നിന്ന് പാലോട് എത്തിച്ച് സംസ്കരിക്കാനുമാണ് തീരുമാനിച്ചിട്ടുള്ളത്. സമഗ്രമായ അന്വേഷണമാണ് ആവശ്യപ്പെടുന്നത്. ആരോഗ്യവകുപ്പിൻ്റെ ഇടപെടൽ, അന്വേഷണം എന്ന ആവശ്യം വീട്ടുകാർ ഉന്നയിക്കുകയും ചെയ്യുന്നു. സൈത്ത്, അതാണ് സാഹചര്യം. SK ആശുപത്രിക്കെതിരെയാണ് ഈ ആരോപണം ഉണ്ടാവുന്നത്. വലിയ വീഴ്ചയുണ്ടായി. മുമ്പും സ്വകാര്യ ആശുപത്രികളിലെ ചികിത്സാ പിഴവ് വാർത്തയായിട്ടുണ്ട്. എന്തായാലും ഈ ആരോപണത്തിൽ ആശുപത്രി അധികൃതരുടെ പ്രതികരണങ്ങൾ കൂടി നമ്മൾ ശ്രമിക്കുന്നുണ്ട്. വരുന്ന മിനിറ്റുകളിൽ നമുക്ക് അത് എത്തിക്കാനാകുമെന്നും കരുതുന്നു. എന്തായാലും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വിനോദ്, ഒരു കാര്യം കൂടി, രാവിലെ വലിയ പ്രതിഷേധം അവിടെ ഉണ്ടായി എന്ന് കേട്ടു. ഇപ്പോഴത്തെ സാഹചര്യം എന്താണ്? ഇത് സംബന്ധിച്ച് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുന്നതുവരെ കാത്തിരിക്കുക, അങ്ങനെയാണോ ഇവരുടെ നീക്കം? സൈത്ത്, രാവിലെ ബന്ധുക്കൾ ആശുപത്രിയിലേക്ക് എത്തുമെന്നാണ് അറിയിച്ചിരുന്നത്. ഒരുപക്ഷെ അവരുടെ പ്രതിഷേധം ഉണ്ടാകുമെന്ന സൂചനകളും ഉണ്ടായിരുന്നു. പക്ഷേ ആദ്യം തന്നെ അവർക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് പോകേണ്ടതുണ്ടായിരുന്നു. അവിടെ മൊഴി കൊടുക്കുന്നതടക്കമുള്ള നടപടികൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. ഇപ്പോൾ ബന്ധുക്കൾ പോലീസ് സ്റ്റേഷനിൽ ആണ് ഉള്ളത്. ഏറ്റവും ഒടുവിൽ നമ്മൾ ബന്ധപ്പെടുമ്പോഴും അവർ പോലീസ് സ്റ്റേഷനിലായിരുന്നു. അവിടെ പോലീസിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷമായിരിക്കും സ്വകാര്യ ആശുപത്രിയിലേക്ക് എത്തുക. അവിടെ നിന്ന് മെഡിക്കൽ കോളേജിലേക്ക് മൃതദേഹം കൊണ്ടുപോയി പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കേണ്ടതുണ്ട്. വലിയ ആരോപണങ്ങൾ, വലിയ ഗുരുതരമായ ആരോപണമാണ്. അത് പല ആരോപണങ്ങളാണ്. അതായത് 3 ആശുപത്രികളിലേക്ക് ഈ നെഞ്ചുവേദന അനുഭവപ്പെട്ടതിനെ തുടർന്ന് ഈ യുവാവിനെ 3 ഇടത്തേക്ക് കൊണ്ടുപോകേണ്ടി വരുന്നു. ഇത്രയും സഞ്ചരിച്ച സമയം, അതോടൊപ്പം തന്നെ ചികിത്സ കിട്ടാതെ പോയ സാഹചര്യങ്ങളിൽ ഇതിൽ 2ാമത്തെ ആശുപത്രി മാത്രമാണ് ഒരു ചെറിയ സ്വകാര്യ ആശുപത്രി. അവിടെ അതിനുള്ള വലിയ സംവിധാനങ്ങളൊന്നുമില്ല. ഇത്തരത്തിലുള്ള വലിയ ശസ്ത്രക്രിയയോ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു സംവിധാനമില്ല. അവർ SK ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. പക്ഷേ മെഡിക്കൽ കോളേജിൽ ചെല്ലുമ്പോൾ അവിടെ ICU ഒഴിവില്ല, ആ തരത്തിൽ അവിടെ അഡ്മിഷൻ നൽകാൻ കഴിയില്ല എന്ന് പറഞ്ഞത് ഏത് സാഹചര്യത്തിലാണെന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. മെഡിക്കൽ കോളേജിൽ നിന്നാണ് ആദ്യം മടക്കി അയക്കുന്നത്. അതിനുശേഷം SK ആശുപത്രിയിൽ ഈ ഗുരുതരമായ ഈ അലംഭാവം, അവരുടെ ഭാഗത്തു നിന്ന് പരിചരണം നൽകുന്നതിൽ വീഴ്ച ഉണ്ടായി എന്ന ആരോപണമാണ്. ആൻജിയോഗ്രാം ചെയ്യുന്നതിന് തടസ്സമുണ്ടായിരുന്നു. അവിടെ സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് ഈ ബന്ധുക്കൾ പറയുന്നത്. കാരണം മറ്റ് 2 പേർക്കും അങ്ങനെ ചെയ്തിരുന്നില്ല എന്ന കാര്യം പറയുന്നു. അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് ഈ ആശുപത്രി അധികൃതർ ഇത് മറച്ചുവെച്ചു എന്ന ചോദ്യമാണ് ബന്ധുക്കൾ ചോദിക്കുന്നത്. സൈത്ത്, യെസ്, അതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഈ ആരോപണവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിശദാംശങ്ങൾ വരേണ്ടതുണ്ട്. ഒപ്പം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അടക്കമുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഇതിൽ തുടർ നീക്കങ്ങൾ ഉണ്ടാകുമെന്നും കരുതാം.